ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോടു കൂടി കുറച്ച് കാർഡ്സ് നമ്മളിവിടെ ഷഫിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. കാർഡ്സിൻ്റെ മീനിങ്ങിലേക്ക് പോവാം. അതിൻ്റെ മുന്നൊരു കാര്യം പറയാനുള്ളത്, ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾ ഇപ്പോൾ കാണുന്നുവോ അപ്പം മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വലിയ വരുന്ന റീഡിംഗ് ആണ്. നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഇന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത് 3 ഓറക്കിൾ ഡെക്കാണ്. അവർ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ആദ്യത്തെ കാർഡ് പറയുന്നു, ഐ മിസ് അവർ ഇൻസൈഡ് ജോക്സ്. നിങ്ങളും അവരും തമ്മിലുള്ള തമാശകൾ നിറഞ്ഞ ആ ഒരു സമയത്തെ, ആ ഒരു നിമിഷത്തെ അവർക്ക് മിസ് ചെയ്യുന്നു. അതായത് പാസ്റ്റിൽ നിങ്ങളും അവരും തമ്മിൽ സംസാരിച്ചിരുന്ന നിമിഷങ്ങളെ അവർക്ക് മിസ് ചെയ്യുന്നു. സെക്കൻഡ് കാർഡ് പറയുന്നു, വി ആർ ബോത്ത് ഹേർട്ടിങ് ഫ്രം ദിസ്. രണ്ടുപേരും ഈ ഒരു സിറ്റുവേഷന് കാരണക്കാരാണ്. രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വേദനിപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഈ കാർഡ് പറയുന്നത്. നെക്സ്റ്റ് കാർഡ് പറയുന്നത്, ദ വേ യു ലവ് ക്യാൻ നെവർ ബി മാച്ച്ഡ്. നിങ്ങൾക്ക് പകരം വെക്കാനായിട്ട് വേറെ ആരുമില്ല. അവർക്ക് ചുറ്റും ഒത്തിരി പേരുണ്ടെങ്കിലും ഒത്തിരി ഓപ്ഷൻസ് ഉണ്ടെങ്കിലും നിങ്ങളെപ്പോലെ ഒരാൾ നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്നവർ തിരിച്ചറിയാണ്. വേറെ എവിടെയും നിങ്ങളെപ്പോലെ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സ്നേഹത്തെ അവർക്ക് കിട്ടിയിട്ടില്ല എന്നവർ പറയുകയാണ്. ഓറക്കിൾ ഡെക്കിലൂടെ അവർ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യമാണ് നമ്മൾ നോക്കിയത്. ഇനി നമുക്ക് ടാരോ കാർഡ് കൂടി നോക്കാം. ഇന്നത്തെ അവരുടെ എനർജി, നിങ്ങളുടെ എനർജി എന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ആദ്യത്തെ കാർഡ് 3 ഓഫ് പെൻറ്റക്കിൾ ആണ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവറുടെ എനർജിയാണ്. ഇവിടെ ഒരു കമ്മ്യൂണിറ്റി കാണിക്കുന്നു, ഒരു ടീം വർക്കിനെ കാണിക്കുന്നു. നിങ്ങളുടെ കരിയർ ആയിരിക്കണം. ഇവിടെ നിങ്ങൾ യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോടു കൂടി മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. ടീച്ചിങ് ആൻഡ് ലേണിംഗ് എന്നാണ് ഈ കാർഡ് പറയുന്നത്. അറിവുകൾ നേടുകയും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുന്ന ഒരു കരിയർ ആയിരിക്കണം നിങ്ങളുടേത്. ഇവിടെ നിങ്ങളും അവരും ഒരുപോലെ തന്നെയാണ് ചിന്തിക്കുന്നത്, ഒരുപോലെ തന്നെയാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ നോ കോണ്ടാക്ട് മാറിക്കൊണ്ട് നിങ്ങളും അവരും ഒന്നാവാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു. നല്ല രീതിയിൽ പോയിരുന്ന ഒരു ബന്ധം പെട്ടെന്ന് ഇല്ലാതായി എന്നാണ് ഇവിടെ കാർഡ്സ് പറയുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അടുത്ത കാർഡ് 7 ഓഫ് സോർട്സ് കാർഡാണ്. ക്വിക്കായിട്ടും സൈലന്റ് ആയിട്ടും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. വ്യക്തികളുടെ ഇടപെടലുണ്ട്. നിങ്ങളും അവരും തമ്മിൽ ചെറിയ രീതിയിലുള്ള ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടാവുള്ളൂ. അത് വലുതാക്കി കാണിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നിങ്ങളും അവരും തമ്മിൽ ഈ ഒരു സെപ്പറേഷൻ വരാൻ കാരണം മറ്റുള്ള വ്യക്തികളുടെ ഇടപെടലാണെന്ന് ഇവിടെ പറയുകയാണ്. ആ പിക്ചർ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല രീതിയിൽ നിങ്ങളുടെ പേഴ്സണ് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് അവരുടെ മനസ്സിനെ മാറ്റിയ ഒരു വ്യക്തിയുടെ എനർജി കാണിക്കുന്നുണ്ട്. എന്നാൽ നിങ്ങളിൽ നിന്ന് മാറിപ്പോയിട്ടുള്ള നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ചേസ് ചെയ്യുന്നതായിട്ട് ഇവിടെ കാർഡ് പറയുന്നത്. ആദ്യ കാലഘട്ടങ്ങളിൽ നിങ്ങളാണ് അവരെ ചേസ് ചെയ്തത്. നിങ്ങൾ സോറിയൊക്കെ പറഞ്ഞിട്ടുണ്ടാവാം. രണ്ടുപേരും തമ്മിൽ വഴക്ക് കൂടിയപ്പോൾ നിങ്ങൾ ഈ സെപ്പറേഷനിലാകുന്നതിന് തൊട്ട് മുന്നേ നിങ്ങൾ അവരെ ചേസ് ചെയ്ത് പോയിട്ടുണ്ട്, സോറിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നിങ്ങളുടെ പേഴ്സണാണ് ഇപ്പോൾ നിങ്ങളെ ചേസ് ചെയ്യുന്നത്. അവരാണ് നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ 2 ഓഫ് പെൻറ്റക്കിൾ ആണ് അടുത്ത കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്കൊരു ബാലൻസ് തരാനായിട്ട് അവർ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ സ്നേഹം അവർ മനസ്സിലാക്കുകയാണ്. നിങ്ങളും അവരും തമ്മിൽ സെപ്പറേഷന് വരാനുള്ള വ്യക്തികൾ ഓരോന്ന് പറഞ്ഞു കൊടുത്തിട്ട് അവരുടെ മനസ്സിനെ മാറ്റി, ശരിയാണ്. എന്നാൽ അവർക്ക് തിരിച്ചറിവ് വരുമ്പോൾ നിങ്ങളും അവരും തമ്മിലുണ്ടായിട്ടുള്ള ചെറിയൊരു ഇഷ്യൂ, മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഇത്രയും വലിയൊരു നോ കോണ്ടാക്റ്റിലേക്ക് എത്തിച്ചിട്ടുള്ളത്. എന്നാൽ നിങ്ങളെന്ന വ്യക്തിയെക്കുറിച്ച് അവർ മനസ്സിലാക്കുമ്പോൾ, നിങ്ങളെ ചേസ് ചെയ്യേണ്ടെന്ന് പറഞ്ഞല്ലോ, ആ ഒരു കാര്യം തന്നെ നിങ്ങളെക്കുറിച്ച് അവർ അറിഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങളെ മറക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല. അത് തന്നെയാണ് നിങ്ങളിലേക്ക് വരുവാൻ, നിങ്ങൾക്കൊരു ബാലൻസ് തരുവാനായിട്ട് ഇവിടെ അവർ ആഗ്രഹിക്കുന്നത്. അവരുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾക്ക് അവർ പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട്. എങ്കിൽ കൂടിയും നിങ്ങൾക്കും ആ ഒരു സ്ഥാനം തരാനായിട്ട് അവർ ആഗ്രഹിക്കുകയാണ്. നിങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളിലേക്ക് വരുവാനായിട്ടുള്ള ഒരു തീരുമാനത്തെയാണ് അടുത്ത കാർഡ് കാണിക്കുന്നത്, സ്ട്രെങ്ത് കാർഡ്. സ്ട്രെങ്ത് കാർഡ് പറയുന്നത് അവരൊരു ഇൻഫ്ലുവൻസർ ആണെന്നാണ്, മറ്റുള്ളവർക്ക് ഇൻസ്പയർ ആയിട്ടൊരു പേഴ്സൺ ആണെന്നാണ്. നിങ്ങളും അവർ സെപ്പറേഷനിലായ ആ ഒരു സമയത്ത് ഒരു തീരുമാനമെടുക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ടായില്ല. എന്നാൽ ഒരു കറേജ് അവർക്ക് കിട്ടിയതുപോലെ ഫീൽ ചെയ്യാണ്. അവരായിട്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു എഫേർട്ട് എടുക്കാൻ തയ്യാറാവാണ്. സ്ട്രെങ്ത് കാർഡ് ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ഇവിടെ യൂണിവേഴ്സ് ആയിട്ട് തന്നെ അവരിൽ ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. യൂണിവേഴ്സിൻ്റെ ഗിഫ്റ്റ് എന്ന് പറയില്ലേ, മറ്റുള്ളവർക്ക് ആശ്വാസമായി മാറുന്ന ഒരു വ്യക്തിയുടെ എനർജി, ഒരു ഹീലറുടെ എനർജി. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിൽ ഒട്ടുമിക്ക വ്യക്തികളുടെയും പേഴ്സൺ
മെഡിക്കൽ ഫീൽഡിലായിരിക്കണം വർക്ക് ചെയ്യുന്നത്. മാത്രമല്ല ഇവിടെ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ടീച്ചിങ്ങിനെയും കാണിക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി സ്ട്രെങ്ത് കാർഡിൽ പറയുന്നത്, പൊതുവെ അവരുടെ സ്വഭാവം, അവരെക്കുറിച്ച് നമ്മൾ കാണുമ്പോൾ വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. നമുക്ക് തന്നെ വളരെയേറെ അട്രാക്റ്റീവായി തോന്നുന്നൊരു പേഴ്സൻ്റെ എനർജി. എന്നാൽ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നോക്കുകയാണെങ്കിൽ അവർക്ക് വേറൊരു സൈഡും കൂടി ഉണ്ട്. ലയണിനെ പോലെ ബിഹേവ് ചെയ്യുന്ന ഒരു എനർജിയുണ്ട്. പൊതുവെ ശാന്ത സ്വഭാവമാണ്, എങ്കിൽ കൂടിയും നല്ല രീതിയിൽ ദേഷ്യം വരുന്നൊരു പ്രകൃതമാണ്. അങ്ങനെയാണെങ്കിൽ കൂടിയും അവരുടെ സ്വഭാവം എന്ന് പറയുന്നത് വളരെ ശുദ്ധനാണ്. അപ്പോൾ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ പേഴ്സൺ ഒരു കറേജ് കിട്ടിയിട്ടുണ്ട്. നിങ്ങളിലേക്ക് ഒരു പുതിയ തുടക്കത്തെ കാണിക്കുകയാണ്. ഫൂൾ കാർഡാണ്. ഈ റിലേഷൻഷിപ്പിൽ ഒരു ന്യൂ ബിഗിനിങ് ആണ് യൂണിവേഴ്സ് കാണിക്കുന്നത്. ഈ ഒരു ബന്ധത്തിൽ പുതിയ തുടക്കത്തെയാണ് യൂണിവേഴ്സ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ അവരുടെ സോൾ പർപ്പസിലേക്ക് നോക്കിക്കാണാണ് നിങ്ങളിലേക്ക് വരികയാണ്. കാരണം ഒരു യാത്രയാണ് അടുത്ത കാർഡ് പറയുന്നത്, ഒരു മാറ്റമാണ്, ട്രാൻസിഷനാണ് അടുത്ത കാർഡ് പറയുന്നത്. 6 ഓഫ് സ്വർഡ്സ് കാർഡ്. നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സൻ്റെയും റിലേഷൻഷിപ്പിൽ നിങ്ങൾ ആരോ സഹായിക്കുന്നുണ്ട്. നിങ്ങളെ സഹായിക്കുവാനായിട്ട്, നിങ്ങളുടെ പേഴ്സണെ സഹായിക്കുവാനായിട്ട് നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരോ പ്രവർത്തിക്കുന്നുണ്ട്. ഹെൽപ്പ് അറൈവിങ് അറ്റ് ദി പെർഫെക്റ്റ് ടൈം എന്നാണ് ഈ കാർഡ് പറയുന്നത്. നിങ്ങൾ വളരെയേറെ വേദനിക്കുന്ന ആ ഒരു നിമിഷത്തിൽ നിങ്ങളുടെ പേഴ്സണും നിങ്ങളെപ്പോൾ തന്നെ വിഷമിക്കുന്നുണ്ട്, വേദനിക്കുന്നുണ്ട്. നിങ്ങളില്ലാതെ അവർക്കിനി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല എന്നുള്ള തീരുമാനത്തിൽ അവരെത്തിയിട്ടുണ്ട്. അവർ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്, പാസ്റ്റിനെ കുറിച്ച് ആലോചിക്കുകയാണ്. സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ട്രാൻസിഷൻ തന്നെയാണ് നിങ്ങൾക്കിടയിൽ സംഭവിക്കുന്നത്. നിങ്ങളുടെ പേഴ്സണ് മാറ്റം വരുന്നു, നിങ്ങളിലേക്ക് വരുന്നു. നെക്സ്റ്റ് കാർഡ് 3 ഓഫ് വാൻസ് കാർഡാണ്. അവരെടുക്കാൻ പോകുന്ന ഒരു ആക്ഷനെയാണ് ഈ കാർഡ് പറയുന്നത്, തീരുമാനത്തെയാണ് ഈ കാർഡ് പറയുന്നത്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന ആ ഒരു പ്രെയർ യൂണിവേഴ്സ് കാണുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സണ് മാറ്റം വരുന്നുണ്ട്. അവർ എഫേർട്ട് എടുക്കാനായിട്ട് തയ്യാറായിരിക്കുകയാണ്. അവർ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ആ പിക്ചർ നോക്കി തന്നെ മനസ്സിലാവും, ഒരു യാത്രയ്ക്ക് ഒരുങ്ങിയിരിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. ഒരു ഓപ്പർച്യൂണിറ്റിക്കായിട്ട് അവർ വെയിറ്റ് ചെയ്യാണ്, ഒരു അവസരത്തിനായിട്ട് വെയിറ്റ് ചെയ്യാണ്. നിങ്ങളെ കാണുവാനും സംസാരിക്കുവാനും നിങ്ങളുടെ പ്രശ്നങ്ങളിൽ ഒരു തീരുമാനമെടുക്കാനും അവർ ആഗ്രഹിക്കുന്നു, ആക്ഷൻ എടുക്കുന്നു. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ഇംപ്രൂവ്മെൻ്റ് ആണ് കാണിക്കുന്നത്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കൂ, നിങ്ങളുടെ പേഴ്സൺ റൈറ്റ് ഡയറക്ഷനിലാണെന്ന് യൂണിവേഴ്സ് ഇവിടെ പറയുകയാണ്. അവർക്ക് നിങ്ങളില്ലാതെ പറ്റില്ല എന്നുള്ളൊരു സിറ്റുവേഷനിൽ അവരെത്തിയിട്ടുണ്ട്. അവർക്ക് ചുറ്റും 3 വാണ്ടാണുള്ളത്. അത് അവരെ വളരെയേറെ വേദനിപ്പിക്കുന്നുണ്ട്. നിങ്ങളോട് ചെയ്ത തെറ്റ് അവർ ഓർത്തെടുക്കുന്നുണ്ട്. അവർ ഓൺ ദി വേ ആണെന്ന് യൂണിവേഴ്സ് പറയുന്നു. നിങ്ങളിലേക്ക് തന്നെയാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. നിങ്ങളുമായിട്ടുള്ള ഫ്യൂച്ചർ അവർ ആഗ്രഹിക്കുന്നു എന്നാണ് അടുത്ത കാർഡ് പറയുന്നത്. 10 ഓഫ് പെൻഡക്കിൾ. സ്പിരിച്വൽ ആൻഡ് മെറ്റീരിയൽ അബണ്ടൻ എന്നാണ് ഈ കാർഡ് പറയുന്നത്. നിങ്ങളിലേക്ക് വരുവാനായിട്ട് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുമ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവർക്ക് സംഭവിക്കുന്നത് അബണ്ടൻ ആണ്, പുരോഗതിയാണ്. നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ കരിയറിൽ പ്രോസ്പെരിറ്റിയാണ് ഈ കാർഡ് കാണിക്കുന്നത്. നിങ്ങളും നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള റിച്ച് ലൈഫിനെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. നിങ്ങൾ പ്രെയർ കണ്ടിന്യൂ ചെയ്തു പോവുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കുക. ഇവിടെയാണ് നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സൻ്റെയും ലൈഫിൽ മാറ്റം വരുന്നത്. പാസ്റ്റിനെ കുറിച്ച് ആലോചിക്കുന്ന നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു, നിങ്ങളുമൊത്തുള്ള ഫ്യൂച്ചർ ആഗ്രഹിക്കുന്നു. അവർക്കിപ്പോൾ നിങ്ങളുമായിട്ടുള്ള നല്ല നിമിഷങ്ങൾ മിസ് ചെയ്യുന്നു, സന്തോഷകരമായ നിമിഷങ്ങൾ മിസ് ചെയ്യുന്നു. ഒരക്കൽ ഡെക്കല്ലേ ആദ്യം കിട്ടിയത്, അതിൽ കണ്ടില്ലേ? നിങ്ങളും അവരും തമ്മിൽ ഇങ്ങനെ പിരിഞ്ഞിരിക്കാൻ അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റിൽ എത്താനായിട്ട് രണ്ടുപേരും കാരണക്കാരാണെന്ന് അവരും മനസ്സിലാക്കുന്നുണ്ട്, നിങ്ങളും മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളുടെ സ്ഥാനത്ത് വേറൊരു വ്യക്തിയെ കാണാനായിട്ട് അവർക്ക് സാധിക്കില്ല എന്ന് ഇപ്പോൾ അവർ തിരിച്ചറിയാണ്. ആദ്യം നമ്മൾ ഓറക്കൽ കാർഡാണ് നോക്കിയത്, ആ കാർഡിൻ്റെ മീനിങ് ആണ് ഞാൻ പറയുന്നത് കേട്ടോ. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു, നിങ്ങളുമൊത്തുള്ള സന്തോഷ നിമിഷങ്ങളെ കാണിക്കുന്നു. ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് കറന്റ് ഫീലിംഗ്, കറന്റ് എനർജി, ദ വേൾഡ് കാർഡാണ് കിട്ടിയിട്ടുള്ളത്. ഒരു കംപ്ലീഷനെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരികയാണെങ്കിൽ വേൾഡ് കണ്ട സന്തോഷമാണ് നിങ്ങളുണ്ടാവാൻ പോവുക. ആ ഒരു കാര്യത്തിലേക്ക് യൂണിവേഴ്സ് നിങ്ങളെ എത്തിക്കുകയാണ്. നിങ്ങളിലേക്ക് സന്തോഷ നിമിഷങ്ങൾ വരുന്നു, ഹാപ്പിനെസ് ആണ് കാണിക്കുന്നത്.
ജോയ് ആണ് ഈ കാർഡ് പറയുന്നത്. നിങ്ങളിലേക്ക് വരുന്ന ആ ഒരു പുരോഗതിയോടൊപ്പം അബണ്ടനോടൊപ്പം നിങ്ങളുടെ പേഴ്സൻ്റെ സ്നേഹവും നിങ്ങളിലേക്ക് തന്നെയാണ്. നിങ്ങൾ ട്രാവൽ ചെയ്യാനായിട്ട് തയ്യാറായിക്കോളൂ. നിങ്ങളുടെ പേഴ്സൻ്റെ മൊത്തമുള്ള നല്ല നിമിഷങ്ങൾ എൻജോയ് ചെയ്യാനായിട്ട് തയ്യാറായിക്കോളൂ എന്ന് യൂണിവേഴ്സ് ഇവിടെ പറയുന്നു. വേൾഡ് എന്ന് പറഞ്ഞാൽ ഒരു ട്രാവലിങ്ങിനെയും കാണിക്കുന്നുണ്ട്. കുറച്ച് സമയം നിങ്ങളുടെ പേഴ്സൻ്റെ മൊത്ത് സന്തോഷിക്കാനായിട്ടുള്ള അവസരം യൂണിവേഴ്സായിട്ട് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ഇനി എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെയാണ്. ആ ഒരു തീരുമാനത്തെ യൂണിവേഴ്സോടെ കാണിക്കുകയാണ്. ഈ റീഡിംഗ് ഞാനിവിടെ നിർത്തുകയാണ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം. പേഴ്സണൽ റീഡിങ്ങിന് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള റീഡിംഗ് ഞാൻ പറഞ്ഞു തരാം. കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വരും. നിങ്ങളുടെ സ്വന്തം നിംസ്.